മക്കളെ, മനസ്സ് മടുക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ കൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു ചോദ്യമാണല്ലേ. ഉത്തരവും ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് കിട്ടും. പോസിറ്റീവായിട്ട് ചിന്തിക്കണം. അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. വളരെയേറെ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്ന ഒന്നും അത്ര എളുപ്പമല്ല. ഏറെ സംഘർഷങ്ങളിലൂടെയും ടെൻഷനിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുക. ഒരു ബ്രേക്ക് എടുക്കണമെങ്കിൽ ആ ബ്രേക്ക് എടുക്കുക. അതിനുശേഷം വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങുക. വെറുതെ കുറേ നേരം ഇരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് പിശാചിൻ്റെ പണിപ്പുര എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ ആയിത്തീരുന്നത്. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നോ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഞാൻ കുറേയേറെ നാൾ റെസ്റ്റായിട്ട് വീട്ടിലായിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്യാം, ഇങ്ങനെ വെറുതെ ഇരുന്ന് മടുക്കുമ്പോൾ ഞാൻ ചെയ്ത ഒരു സാരിയാണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നത്. എന്തെങ്കിലും വർക്ക് ഒറ്റ ദിവസം കൊണ്ടൊന്നുമല്ലോ കേട്ടോ. നമുക്കറിയാമല്ലോ, റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്ന പോലെ ഒറ്റയടിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും മനസ്സിൽ നല്ല ആശയങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമം സ്വയം ആരംഭിച്ചിരിക്കും. അതിന് ആരുടെയെങ്കിലുമൊക്കെ സഹായം വേണം താനും. അത് എടുത്തുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഇതങ്ങ് കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, മുന്നോട്ട് പോകാനുള്ള ഒരു ചാലക ശക്തിയാണത്. സോ ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ, നിങ്ങളുടെ ഹോബികൾ എന്താണോ, നിങ്ങൾക്ക് താല്പര്യമുള്ള എന്താണോ, നിങ്ങൾക്ക് സന്തോഷം തരുന്നത് എന്താണോ, അത് ചെയ്തു തുടങ്ങുക. എല്ലാം കടന്നു പോകും. ഇതും കടന്നു പോകുമെന്ന് കേട്ടിട്ടില്ലേ? ഈ അവസ്ഥയിൽ കൂടെ നമ്മൾ തീർച്ചയായും കടന്നു പോകും. സ്വാഭാവികമായിട്ടും കുറച്ച് സമയം നമ്മൾ ടെൻഷനിൽ പെടുമ്പോൾ നിരാശയിലോട്ട് വീണു പോകാൻ എളുപ്പമുണ്ട്. പക്ഷേ ഉയർത്തെഴുന്നേറ്റ് വരിക, നമ്മളെ കൊണ്ട് തീർച്ചയായിട്ടും അത് സാധിക്കും. ഈ അവസരങ്ങളെല്ലാം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ ഇനി മുതൽ ശ്രദ്ധിക്കുമല്ലോ. നന്ദി.